മൂന്നാമത്തെ ഭാഗം നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ നാലാം ഭാഗവും കൂടെ കാണുക. കാരണം അത് നൗണിൻ്റെ നിയമങ്ങളെ കുറിച്ചുള്ള തുടർച്ചയാണ്. അതുകൊണ്ടാണ് 7 നിയമങ്ങളാണ് നമ്മൾ മൂന്നാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തതെങ്കിൽ 8ാമത്തെ നിയമമാണ് നമ്മൾ നൗണിൻ്റെ 8ാമത്തെ നിയമമാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അത് പറയുന്നത്, അതായത് വെൻ ഓബ്ജക്ട്സ് വിത്തൗട്ട് ലൈഫ് ആർ പേഴ്സോണിഫൈഡ് ദേ ആർ കൺസിഡേർഡ് ഓഫ് എയ്തർ മാസ്കുലിൻ ഓർ ഫെമിനൈൻ ജെൻഡേഴ്സ്. അതായത് ഒരു ജീവനില്ലാത്ത വസ്തുവിനെയാണെങ്കിലും അത് നമ്മൾ പ്രത്യേകം പേഴ്സോണിഫൈ ചെയ്യപ്പെടുമ്പോൾ, അതായത് ഒരു വ്യക്തിയുടേതായ സ്ഥാനം നമ്മളതിന് കൊടുക്കുമ്പോൾ അതിനെ ഒന്നുകിലത് പുരുഷനായിട്ടോ അല്ലെങ്കിൽ അത് സ്ത്രീയായിട്ടോ നമ്മൾ ഇംഗ്ലീഷിൽ പ്രതിപാദിക്കാറുണ്ട്. ഇതാണ് 8ാമത്തെ നിയമം. അങ്ങനെ പ്രതിപാദിക്കുമ്പോൾ സാധാരണഗതിയിൽ അവനെ മാസ്കുലിൻ ജെൻഡറായിട്ടാണോ ഫെമിനൈൻ ജെൻഡറായിട്ടാണോ മാറ്റേണ്ടത് എന്നുള്ളത് അതിൻ്റെ ആ ആക്ഷൻ അനുസരിച്ചാണ്. ഉദാഹരണം, കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു സൂര്യനെ, നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു സൂര്യനെ ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് കാണാൻ പറ്റില്ല, അങ്ങനെ പറയാറില്ല. അതെപ്പോഴും എന്താണ്, ഒരു മാസ്കുലിൻ ജെൻഡർ ആയിട്ട് തന്നെ നമ്മൾ പറയണം. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ, അതിനെപ്പോഴും നമ്മൾ ആണായിട്ടേ കാണാറുള്ളൂ. എപ്പോഴാണ് ആ നേച്ചർ വളരെയധികം ക്രോധത്തോടെ നമ്മളെ, ഇപ്പം കൊടും ചൂട്, കൊടും കാറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നേച്ചർ നമ്മളോട് എന്തോ ഒരു പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളതിനെ മാസ്കുലിൻ ജെൻഡറായിട്ട് പറയുള്ളൂ. ഓക്കെ. നേരെ മറിച്ച് ഇപ്പോൾ പ്രകൃതി, ഇളം കാറ്റൊക്കെ വരുന്ന പ്രകൃതി, ആ പ്രകൃതിയുടെ മടിത്തട്ടിൽ കിടന്ന് നമ്മളിങ്ങനെ ഉറങ്ങുന്ന സന്ദർഭങ്ങളിൽ ഇതേ നേച്ചറിനെ തന്നെ നമ്മളൊരു സ്ത്രീയായിട്ടാണ് മാറ്റുന്നത്. കാരണം നേച്ചർ ഓഫേഴ്സ് ഹർ ലാപ്പ് എന്നേ പറയുള്ളൂ. അതുപോലെ ഈ കത്തിജ്വലിച്ചു കൊണ്ടിരുന്ന സൂര്യൻ തന്നെ വേറൊരു സമയങ്ങളിൽ, നല്ല തണുത്ത മഞ്ഞുള്ള സമയത്ത് സൂര്യൻ മെല്ലെ ഉദിക്കുമ്പോൾ അത് തരുന്ന ഒരു വാംത്തുണ്ട്, ഒരു സുഖം. ആ സമയത്ത് ആ സൂര്യനെ തന്നെ നമ്മൾ കാണുന്നത് ഒരു പെണ്ണായിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് പറയും? ദ സൺ വിത്ത് ഹർ വാംത്ത് എന്ന് പറയും. നേരെ മറിച്ച് അതേ സൂര്യനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് ദ സൺ വിത്ത് ഹിസ് ബ്രില്യൻസ്. സൺ വിത്ത് ഹിസ് ബ്രില്യൻസ് ആയിട്ട് മാറുന്നത് എന്താണ്? ഓം വെട്ടി തിളങ്ങുന്ന സമയത്താണ്. അതേ സൂര്യൻ തന്നെ ദ സൺ വിത്ത് ഹെർ വാംത്ത് എന്നായിട്ട് നമ്മൾ മാറ്റി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മളിതിൻ്റെ പേഴ്സോണിഫിക്കേഷൻ നടത്തുമ്പോൾ ആണും പെണ്ണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതിയുടെ കാര്യം നമ്മൾ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. നേച്ചർ ഹാസ് ടേക്കൺ ഹിസ് വെഞ്ചൻസ്. വളരെ രൂക്ഷമായിട്ട് ജനങ്ങളോട് പ്രകൃതി പെരുമാറുകയാണ്. അപ്പോൾ ഹിസ് വെഞ്ചൻസാണ്. അതേ പ്രകൃതി തന്നെ നമ്മളെ നല്ല സുഖമായിട്ട് ഉറക്കാൻ ശ്രമിക്കുമ്പോൾ നേച്ചർ ഓഫേഴ്സ് ഹെർ ലാപ്പ് എന്നായി. ഹിസ് വെഞ്ചൻസ് മാറി ഹെർ ലാപ്പ് എന്നായിട്ട് ചേഞ്ച് വന്നു. ഇതാണ് 8ാമത്തെ നിയമം. 9ാമത്തെ നിയമം പറയുന്നത്, നമ്മൾ ചില ഈ കൗണ്ടിങ് യൂണിറ്റ്സൊക്കെ പറയുമ്പോൾ അവ എപ്പോഴും സിംഗുലറായിട്ട് തന്നെ നിൽക്കാറുള്ളൂ. എപ്പോഴും നമ്പർ പറഞ്ഞ ശേഷം ആ യൂണിറ്റ് പറഞ്ഞാൽ, കൗണ്ടിങ് യൂണിറ്റ് പറഞ്ഞാൽ അതെല്ലായ്പ്പോഴും സിംഗുലറായിട്ട് നിൽക്കും എന്നുള്ളതാണ് 9ാമത്തെ നിയമം. അതായത് നമ്മൾ ഈ 10 പെയേഴ്സ്, ഇപ്പോൾ കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിൽ തെറ്റാണ്. 10 പെയേഴ്സ് അല്ല, 10 പെയർ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 5 ഡസൻസ്, 5 എണ്ണം ഇല്ലേ, അപ്പോൾ ഡസൻസ് ആകെയില്ലേ, 12 എണ്ണം ഒരു ഡസൻ, അപ്പോൾ 5 ഡസൻ ഉണ്ടല്ലോ, അപ്പോൾ 5 ഡസൻസ് എന്ന് പറയണ്ടേ എന്ന് തോന്നാം. പക്ഷേ തെറ്റാണ്. 5 ഡസൻ എന്നേ നമ്മൾ, 5 ഡസൻ എന്നേ നമ്മൾ പറയുള്ളൂ.
അതുപോലെ 1100 എന്നേ പറയുള്ളൂ, അല്ല 1100s എന്ന് പറയില്ല. ഒരു 100 അല്ല, 11 100 ഉണ്ട്. അപ്പോൾ 11 100s എന്ന് പറയണ്ടേ എന്നോർത്ത് നമ്മൾ തിരുത്താൻ ശ്രമിക്കരുത്, അത് തെറ്റാണ്. എങ്ങനെ പറയണം? 1100, 1000, not hundreds. ഇതാണ് ശരിക്കും 9ാമത്തെ റൂള് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ കൗണ്ടിങ് യൂണിറ്റുകൾ പറയുമ്പോൾ അത് നമ്പറിന് ശേഷമാണ് വരുന്നത് എങ്കിൽ പോലും അവയുടെ കൂടെ അല്ലെങ്കിൽ ആ യൂണിറ്റുകളെ നമ്മൾ പ്ലൂറലായി പറയാൻ പാടില്ല. അവ സിംഗുലറായിട്ട് തന്നെ നിലനിർത്തണം. പെയറായാലും ഡസനായാലും 100s ആയാലും 1000s ആയാലും എന്തൊക്കെയായാലും ശരി, നമ്മളതിനെ സിംഗുലറായിട്ട് നിലനിർത്തണം. ഇതാണ് 9ാമത്തെ നിയമം. ഇനി നമുക്ക് 10ാമത്തെ നിയമത്തെക്കുറിച്ച് പഠിക്കാം. 10ാമത്തെ നൗണിലെ നിയമം, നൗണ് ഒരു അഡ്ജക്റ്റീവിൻ്റെ ജോലി ചെയ്യുമ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. നൗൺ ഒരു അഡ്ജക്റ്റീവിൻ്റെ ജോലി ചെയ്യുമ്പോഴാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് നൗണായിട്ട് മാറുമ്പോൾ ആ കോമ്പൗണ്ട് വേർഡ് അവിടെ ഉള്ളത് എപ്പോഴും എന്താണ്? സിംഗുലറായിട്ട് നിർത്തണം. അതൊരിക്കലും പ്ലൂറലായിട്ട് നിർത്താൻ പാടില്ല. ഇപ്പോൾ കോമ്പൗണ്ട് നൗണിലെ കോമ്പൗണ്ട് വേർഡ് എപ്പോഴും സിംഗുലറായിരിക്കണം. അതൊരിക്കലും പ്ലൂറലാകാൻ പാടില്ല. ഏത് സാഹചര്യത്തിലാണ്? ഒരു നൗൺ ഒരു അഡ്ജക്റ്റീവായിട്ട് മാറുമ്പോൾ. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലായി എന്ന് വരത്തില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഹി ഈസ് എ 15-year-old ബോയ്. ഹി ഈസ് എ 15-year-old ബോയ്. അപ്പോൾ അവിടെ നമ്മൾ 15 എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറലാണ്. അപ്പോൾ 15 years old ബോയ് എന്ന് പറയണ്ടേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും. ഇത് പറയരുത് എന്നാണ് ഈ 10ാമത്തെ നിയമം പറയുന്നത്. ഇത് പറയാൻ പാടില്ല. കാരണം അതൊരു കോമ്പൗണ്ട് നൗണായിട്ട് വരുമ്പോൾ 15 year എന്ന് മാത്രമേ പറയാവുള്ളൂ, 15 years എന്ന് പറയാറില്ല. ഐ ഹാവ് ഗോട്ട് എ 100 rupee നോട്ട് എന്നേ പറയുള്ളൂ. ഐ ഹാവ് ഗോട്ട് എ 100 rupee നോട്ട് എന്ന് പറയും, റുപ്പീസ് എന്ന് പറയില്ല. അത് 100 ആയാലും പിന്നെ 200 ആയാലും 300 ആയാലും അതൊരിക്കലും റുപ്പീസ് 100 rupee എന്നേ പറയുള്ളൂ, അല്ലാതെ റുപ്പീസ്. ഇപ്പോൾ 100 എണ്ണമില്ലേ, അപ്പോൾ റുപ്പി എന്ന് തെറ്റതല്ലേ, റുപ്പീസ് എന്നല്ലേ പറയേണ്ടത് എന്നൊരു സ്വാഭാവികമായ ഡൗട്ട് നമ്മുടെ മനസ്സിൽ വരാം. ആ ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ റുപ്പീസ് എന്ന് പറയാൻ പാടില്ല. അതൊരു കോമ്പൗണ്ട് നൗണാണ്. 100 rupee എന്നേ പറയാവുള്ളൂ. ഇനി 11ാമത്തെ നൗൺ റൂള് നമുക്ക് എന്താണെന്ന് നോക്കാം. 11ാമത്തെ നൗൺ റൂൾ പറയുന്നത്, ചില നൗണുകൾ നമ്മൾ പ്ലൂറലായിട്ട് മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. അതൊരിക്കലും സിംഗുലറായിട്ട് പറയാൻ പാടില്ല. എക്സാമ്പിൾസ് ഇപ്പോൾ സിസേഴ്സ്, ജീൻസ്, ഡ്രസ്സ്, ട്രൗസേഴ്സ്, പോലീസ്, പീപ്പിൾ, കമ്പനി, കാറ്റിൽ, അസറ്റ്സ്. ഇതൊന്നും നമ്മൾ സിംഗുലറായിട്ട് പറയാൻ പാടില്ല. ഒരിക്കലും സിംഗുലറായിട്ട് വരില്ല. എഫക്റ്റീവ്ലി ഇത് സിംഗുലർ അല്ല. ഇതെല്ലാം എഫക്റ്റീവ്ലി പ്ലൂറലാണ്. ഇപ്പോൾ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, 2 എണ്ണം ചേരണം. അപ്പോൾ ഇപ്പോഴേ സിസേഴ്സ് ആവുള്ളൂ. അതുപോലെ ട്രൗസേഴ്സ് 2 ഭാഗം ചേരുമ്പോഴാണ് അത് ട്രൗസേഴ്സ് ആയിട്ട് മാറുന്നത്. അതുപോലെ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല പോലീസ്, അതൊരു ഗ്രൂപ്പാണ്, അത് എപ്പോഴും പ്ലൂറലായിരിക്കും. അതുപോലെ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരാളെ അല്ല, നമ്മളൊരു കൂട്ടത്തിനെയാണ് പീപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ കമ്പനി ഒരാൾ ഒറ്റയ്ക്കല്ല ഒരു കമ്പനി എന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ കമ്പനി എന്ന് പറയാവുള്ളൂ. അതുപോലെ കാറ്റിൽ, കന്നുകാലികൾ, ഒന്നിൽ കൂടുതലുള്ളപ്പോഴേ അത് പറയാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് പ്ലൂറലായിരിക്കും. അപ്പോൾ വരുമ്പോൾ നമുക്കത് സിംഗുലർ പോലെ തോന്നിയാലും അത് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്ത് തന്നെ എഴുതണം. കാറ്റിൽ ആർ ഗ്രേസിങ് എന്നാണ് നമ്മൾ പറയുന്നത്.
കാറ്റിൽ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറൽ, പിന്നെ കാറ്റിൽസ് എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാറ്റിൽ ആർ ഗ്രേസിങ്. പോലീസ് ഹാവ് റീച്ച്ഡ്. പോലീസ് ഈ ഒരാളെ ഉള്ളൂ, ഒരു പോലീസുകാരനെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലീസ് ഹാസ് റീച്ച്ഡ് പറയാറില്ല, പോലീസ് ഹാവ് റീച്ച്ഡ് എന്നേ പറയാവുള്ളൂ. സിസേഴ്സ് ആർ യൂസ്ഡ് ടു കട്ട് എന്നേ പറയാവുള്ളൂ. മനസ്സിലായോ? ഒരു പെയർ സിസർ എന്ന് പറയില്ല, ഒരു പെയർ ഓഫ് സിസേഴ്സ് എന്നേ പറയുള്ളൂ. അപ്പോൾ സിസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വന്നു? അത് പ്ലൂറലായിട്ട് മാറി. ഇനി നമ്മൾ ഇതേ സിസർ തന്നെ വേണമെങ്കിൽ അത് സിംഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ആ സെൻറ്റൻസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്കത് മാറ്റാം. അതായത് മൈ പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറഞ്ഞെന്ന് കരുതുക. എൻ്റെ കയ്യിൽ ഒരു പെയർ സിസേഴ്സ് ഉണ്ട്. ആ ഒരു പെയർ നല്ല വിലയുള്ളതാണെന്ന് കരുതുക. ആ സെൻറ്റൻസ് എങ്ങനെ പറയും? മൈ പെയർ ഓഫ് സിസേഴ്സ് ഈസ് എക്സ്പെൻസീവ്. മൈ പെയർ ഓഫ് സിസേഴ്സ്, ദാറ്റ് ഈസ് വൈ. അല്ല വെറുതെ സിസേഴ്സ് എന്ന് പറഞ്ഞാൽ സിസേഴ്സ് ആർ എക്സ്പെൻസീവ് എന്നാണ് പറയേണ്ടത്. മൈ പെയർ ഓഫ് സിസേഴ്സ് ആർ എക്സ്പെൻസീവ്. അപ്പോൾ മൈ പെയർ ഓഫ് സിസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ സിംഗുലറായിട്ട് മാറിയത് കൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ പറയുന്നത്. ഇതാണ് 11ാമത്തെ നിയമം. ഇതുപോലെ തന്നെ ചില പ്ലൂറലുകൾ അതെപ്പോഴും എങ്ങനെയാണ്? സിംഗുലേഴ്സായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് 12ാമത്തെ നിയമം. അതായത് മാത്തമാറ്റിക്സ്, ന്യൂസ്, ഇന്നിങ്സ്, ഇതൊക്കെയെല്ലാം നമുക്കറിയാം എന്താണ്? പ്ലൂറൽസാണ്. പക്ഷേ ഇതെല്ലാം സിംഗുലറായിട്ടാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. മാത്തമാറ്റിക്സ് ഒരിക്കലും മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കണക്ക് എന്ന രീതിയിലല്ല പറയണം. മാത്തമാറ്റിക്സ് ആണത് അതിൻ്റെ അകത്ത്. ന്യൂസ് എന്നാണ് പറയുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയാണ്. വാർത്ത ഒരിക്കലും ഒന്നായിട്ടല്ല വരുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 13ാമത്തെ ആ റൂള് എന്താണെന്ന് നോക്കാം. 13ാമത്തെ റൂള് പ്രതിപാദിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചാണ്. അൺകൗണ്ടബിൾ നൗൺസ് ഒന്നാമതായി അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു സിംഗുലർ ഫോമായിട്ടാണ് അതിനെ കാണുന്നത്. ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നത് നമ്മൾ പ്ലൂറലായിട്ട് പറയാറില്ല, അതിനെ എപ്പോഴും ഒരു സിംഗുലർ ഫോമായിട്ട് കാണണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങനെ സിംഗുലർ ഫോമിൽ കാണുന്നത് കൊണ്ട് തന്നെ എ അല്ലെങ്കിൽ ആൻ എന്നൊരിക്കലും നമ്മളിങ്ങനെ ഈ അൺകൗണ്ടബിൾ നൗണിന് മുന്നിൽ പറയാൻ പാടില്ല. എയോ ആനോ അതിൻ്റെ മുന്നിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മെനി എന്നൊരിക്കലും പ്രയോഗിക്കരുത്, മച്ച് എന്നേ പറയാവുള്ളൂ. അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ മെനി അല്ല മച്ച് എന്നായിരിക്കണം പറയേണ്ടത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹെയർ, അതുപോലെ തന്നെ ലഗേജ്, അല്ലെങ്കിൽ വർക്ക്, ഇതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അഡ്വൈസ്, ഉപദേശം, അൺകൗണ്ടബിൾ ആണ്. ഇതെല്ലാം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എയോ ആനോ അതിൻ്റെ കൂടെ പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെ മെനി ഉപയോഗിക്കരുത്, മച്ച് എന്ന് തന്നെ ഉപയോഗിക്കണം. സിംഗുലർ ഫോമിൽ മാത്രമേ ഇതിനെ ഉപയോഗിക്കാവൂ. ഇതാണ് 13ാമത്തെ നിയമം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഹീ ഗേവ് മീ ആൻ ഇൻഫർമേഷൻ എന്ന് പറയും. അവൻ എനിക്കൊരു ഇൻഫർമേഷൻ തന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിലും തെറ്റാണ്. ഹീ ഗേവ് മീ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മതി, ആൻ ഇൻഫർമേഷൻ എന്ന് പറയണം. കാരണം ഇൻഫർമേഷൻ എന്താണ്? ഒരു അൺകൗണ്ടബിൾ നൗണാണ്. ആ ഇൻഫർമേഷൻ ആൻ ഇൻഫർമേഷൻ എന്ന് പറയാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നും ശരിയാണ്, പക്ഷെ അത് തെറ്റാണ്. അതുപോലെ തന്നെ ഹീ വാസ് പണിഷ്ഡ് ഫോർ മെനി മിസ്ചീഫ്സ് എന്ന് പറയരുത്. ഈ മിസ്ചീഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പം മെനി മിസ്ചീഫ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഹീ വാസ് പണിഷ്ഡ് ഫോർ മച്ച് മിസ്ചീഫ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതാണ് 13ാമത്തെ റൂൾ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 4ാം ഭാഗത്തിൽ പഠിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുക. ഈ ഭാഗങ്ങളുടെ ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. അത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് എക്സാം ഏതിൻ്റെ ആണെങ്കിലും അറ്റൻഡ് ചെയ്യാം. UPSC SSC റാലി റെയിൽവേ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കും.